ദേശത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളൊരു സെൻസ്, ഒരു സെൻസിബിലിറ്റി ആൾക്കാരിൽ ഉണ്ടാക്കണം ഇൻ എ വൈഡർ സെൻസ്. അങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാതെ റിസ്കി ജോബ്സ് എടുക്കാനുള്ളൊരു എൻകറേജ്മെന്റ് കൊടുക്കുക. I think I am hanging by a thread. The moment it snaps, I'm going to go deep down. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടും പരന്നു കിടക്കുന്ന പെന്തക്കോസ്തുകാരുടെ ഒരു മീഡിയയാണല്ലോ ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറെ അഭിമാനപൂർവ്വം ഇന്നിവിടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ച് കൂടുകയാണ്. ഈ പ്രാവശ്യത്തെ സിവിൽ സർവീസിൽ ഏറ്റവും കൂടുതൽ നല്ല അഭിമാനകരമായ റാങ്ക് മേടിച്ച ഞങ്ങളുടെ വിശ്വാസികളായ പ്രിയപ്പെട്ട മഞ്ജുഷ സിസ്റ്റർ, അതുപോലെ ബെൻജോ ബ്രദർ, അതുപോലെ നെഫെബിൻ, ഇവരെ മൂന്നുപേരെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുന്നത് ഞങ്ങളേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രൊഫസർ സാംസ സക്രിയ സാറാണ്. ഞങ്ങളോടൊപ്പം തന്നെ ഗുഡ് ന്യൂസിൻ്റെ പ്രവർത്തകരായ സന്ദീപ് വെളുമ്പുഘട്ടം, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കോർഡിനേറ്ററായിരിക്കുന്ന ജോസ് ജോൺ കായംകുളം എന്നിവർ ഞങ്ങളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നതിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയിൽ അവർ സംസാരിക്കുന്നതിലൂടെ, അവരുടെ വിവരണത്തിലൂടെ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം പൂവണിയുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് ഇവരിലൂടെ നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ ലഭിക്കുമെന്ന് കരുതുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വലിയ വഴികൾ, അത്ഭുത വഴികൾ ഇന്നിവിടെ വിവരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ന്യൂസിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. താങ്ക് യു. അത്യന്തം സന്തോഷത്തോടും അതിനുപരിയായ അഭിമാനത്തോടും കൂടിയാണ് ഈ വർഷത്തെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ റിസൾട്ട് വിശ്വാസ സമൂഹം വരവേറ്റത്. അതിന് പ്രധാനമായി കാരണമായി തീർന്ന മഞ്ജുഷ ബി ജോർജ്, ബെൻജോ പി ജോസ്, ഫെബിൻ ജോസ് എന്നിവർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അവരുടെ കടന്നുപോയ നാൾവഴികൾ, അതോടൊപ്പം തന്നെ അവർ ഫേസ് ചെയ്ത ചലഞ്ചസ്, അവർക്ക് കിട്ടിയ സപ്പോർട്ട് സിസ്റ്റം എന്നിവ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മൂന്നുപേരും ഒന്ന് പരിചയപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ പോയ നാൾ വഴികളെപ്പറ്റി നമുക്ക് സാവകാശം സംസാരിച്ച് തുടങ്ങാം. എൻ്റെ പേര് ഫെബിൻ ജോസ് തോമസ്. ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനാപുരം സ്വദേശിയാണ്. ഈ പ്രാവശ്യത്തെ UPSC സിവിൽ സർവീസിന് ഓൾ ഇന്ത്യ റാങ്ക് 133 നേടിയ വ്യക്തിയാണ്. എൻ്റെ പേര് മഞ്ജുഷ ബി ജോർജ്. ഞാൻ കോട്ടയം ജില്ലയിൽ രാമപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇത്തവണത്തെ UPSC സിവിൽ സർവീസ് എക്സാമിൽ എനിക്ക് 195-ാമത്തെ റാങ്ക് കിട്ടുകയുണ്ടായി. എൻ്റെ പേര് ബെൻജോ പി ജോസ്. ഞാൻ പത്തനംതിട്ട അടൂർ സ്വദേശിയാണ്. ഈ പ്രാവശ്യത്തെ സിവിൽ സർവീസിൽ 59-ാമത്തെ റാങ്ക് ലഭിച്ചു. ബെൻജോ, എന്നാണ് സിവിൽ സർവീസ് എന്ന ഒരു സ്വപ്നം മനസ്സിൽ പൂവണിഞ്ഞത്? മനസ്സിൽ ആക്ച്വലി ആദ്യം ഉണ്ടായത് എനിക്കൊന്ന് 4-ഓ 5-ലോ പപ്പായാണ് ആദ്യമായിട്ട് കളക്ടർ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ടായെന്നൊക്കെ പറയുന്നത്. എന്നാണ് ആദ്യമായിട്ട് അത് വരുന്നത്. പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. പിന്നെ സ്കൂളിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതില്ലായിരുന്നു. പിന്നീട് കോളേജിലായപ്പോഴാണ് വീണ്ടും കുറേ എൻ്റെ കോളേജിലെ മറ്റ് പല ആൾക്കാരെ ട്രൈ ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് വീണ്ടും ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ ഒരു ആഗ്രഹം തുടങ്ങിയപ്പോൾ, ഒരു സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു ആഗ്രഹം തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത്? അതിൻ്റെ നാൾ വഴികളെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഞാൻ ആദ്യം ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ അത് ഞാൻ ക്ലാസ്സുകൾ എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ അത് കോളേജിൻ്റെ കൂടെ തന്നെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നോക്കിയതാണ്. പക്ഷേ അതിനുശേഷം അതെനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അത് നിർത്തി. പിന്നീട് എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി ബുക്സ് മേടിച്ച് സെൽഫ് പ്രിപ്പയർ ചെയ്തായിരുന്നു പഠിക്കാൻ തുടങ്ങിയത്. അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, അതിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൈഡൻസ് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. എന്നാലും ഫോർച്യുനേറ്റ്ലി ഓവർ ദി ഇയേഴ്സ് ഗൈഡൻസ് കിട്ടി. അങ്ങനെ ഒരു ഐ കുഡ് ക്ലിയർ ഇറ്റ്. മഞ്ജുഷ, 195 ഓൾ ഇന്ത്യ റാങ്ക്, എന്ത് തോന്നുന്നു?
ഒരുപാട് സന്തോഷമുണ്ട് സർ. കാരണം ഒരുപാട് കാലമായിട്ടുള്ള നമ്മുടെ ഒരു സ്വപ്നമാണ്. ഇതെൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. 3ാമത്തെ അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ആ കഴിഞ്ഞ 2 പ്രാവശ്യം ഉണ്ടായ പരാജയത്തെ എങ്ങനെ ഓവർകം ചെയ്യാൻ മഞ്ജുഷയ്ക്ക് കഴിഞ്ഞു? സർ 2020 ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ആ സമയത്ത് എൻ്റെ MSc കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 21 എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. 2020 പ്രിപ്പയർ ചെയ്യുമ്പം നമുക്കറിയാം, കോവിഡ് ആയിരുന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു, മറ്റൊരു ആസ്പിറന്റിനെ കാണുന്നില്ല നമ്മൾ. അങ്ങനെ പ്രിപ്പറേഷൻ അത്ര ശരിയായില്ല. അങ്ങനെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ 2ാമത്തെ അറ്റംപ്റ്റ് വന്നപ്പോഴത്തേനും എനിക്ക് ഇൻ്റർവ്യൂ ലെവൽ വരെ പോകാൻ പറ്റി. 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഇങ്ങനെ ഇൻ്റർവ്യൂവും കൂടെ ക്ലിയർ ചെയ്ത് വരാൻ പറ്റിയത്. ആദ്യത്തെ 2 പരാജയങ്ങൾ, തീർച്ചയായിട്ടും പരാജയങ്ങൾ ഏറ്റെടുക്കാൻ അത്ര എളുപ്പമല്ല നമുക്ക്. ഒരു പരാജയം വരുമ്പോൾ നമ്മൾ ഇറ്റ്സ് ഈസി ടു ബിക്കം ബിറ്റർ ആൻഡ് ദെൻ നോട്ട് ട്രൈ അഗെയിൻ. പക്ഷേ ആ സമയത്ത് തന്നെ മുന്നോട്ട് നയിച്ചത് എനിക്കുണ്ടായിരുന്ന ഒരു വിഷൻ. ദൈവം എനിക്ക് പല കാലങ്ങളിലായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ, അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടിയത്. മഞ്ജുഷ, ഈ പ്രാവശ്യം പ്രിലിമിനറി എക്സാമിനേഷൻ വലിയ ഒരുക്കമില്ലാതെ മനസ്സില്ലാ മനസ്സോടാണ് എഴുതിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് ഇൻ്റർവ്യൂ ലെവൽ വരെ പോകാൻ പറ്റിയെങ്കിലും പിന്നീട് പരാജയമായിരുന്നു. അപ്പം പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് ഉടനെ പ്രിലിംസും വന്നു. റിസൾട്ട് വന്ന് 5 ദിവസം കഴിഞ്ഞ് പ്രിലിംസും വന്നു. അപ്പം പ്രിപ്പറേഷന് നമുക്കധികം സമയമൊന്നുമില്ല. ആദ്യം വാശി പിടിച്ചു എഴുതുന്നില്ല എന്ന്. പിന്നീട് ചുറ്റുമുള്ളവരുടെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ള കാരണം ഞാൻ പോയി എഴുതാൻ തീരുമാനിച്ചു. ഒരു കാര്യം പറയേണ്ടത്, എനിക്ക് ആ ദിവസം, പ്രിലിംസിൻ്റെ ആ ദിവസം വന്ന ഒരു ബോൾഡ്നെസ്, അത് ദൈവം തന്നതാണ്. കാരണം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരുന്നൊരു പാട്ട്, ഞാൻ ഗോസ്പൽ സോങ്സ് ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്. KT നിക്കോളിൻ്റെ ഗോഡ് ഓഫ് പോസിബിൾ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. ഒരു പ്രാവശ്യം മറ്റോ ഞാൻ അത് നേരത്തെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ മുഴങ്ങി കേൾക്കുക. അപ്പോൾ പ്രിലിംസിന് കയറുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് കേൾക്കാൻ പറ്റുന്ന അത്രയും പ്രാവശ്യം ഞാനതങ്ങ് കേട്ടു. എന്നിട്ട് കയറി. എനിക്ക് വന്ന ഒരു ബോൾഡ്നെസ്, അത് തീർച്ചയായിട്ടും ദൈവം തന്നതാണ്. മനോഹരമായ വാചകങ്ങളാണ് ആ പാട്ടിലുള്ളത്. ആ പാട്ട് തീർച്ചയായിട്ടും മഞ്ജുഷയെ എൻകറേജ് ചെയ്തു. അത് യു ഫെൽ സോ കാം ആൻഡ് പീസ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫെബിൻ ജോസ്, കഴിഞ്ഞ വർഷം 254ാമത്തെ റാങ്ക്. ഈ പ്രാവശ്യം എഴുതുമ്പം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന വെല്ലുവിളി? സർ, കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് വന്നപ്പം ഹാപ്പി ആയിരുന്നു ലിസ്റ്റ് വരാൻ പറ്റിയതിൽ. ഇപ്പം എനിക്കും പിന്നെ 5 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും നമ്മുടെ എനിക്ക് റവന്യൂ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസിലാണ് അലൊക്കേഷൻ കിട്ടിയത്. പക്ഷെ ആ സമയത്ത് അറിയില്ലായിരുന്നു ഏതാ കിട്ടുന്നതെന്ന്. പക്ഷേ IRS ഏതെങ്കിലും ആയിരിക്കും കിട്ടുന്നതെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പം 5 ഡേയ്സേ ഉള്ളായിരുന്നു. പക്ഷേ അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു, ഈ അറ്റംപ്റ്റ് കളയണ്ട, എന്തായാലും ഇപ്പം ഒരു പ്രാവശ്യം ലിസ്റ്റിൽ വന്നതിൻ്റെ ഒരു കോൺഫിഡൻസ്. ഒന്നും പഠിക്കാൻ പറ്റിയില്ല, ബിക്കോസ് എൻ്റെ ഇൻ്റർവ്യൂ May 11 ഞാൻ ഡൽഹിയിൽ തിരിച്ചു വരുന്ന 15 23 വരെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ ഒന്നും പഠിച്ചില്ല. 23 ശേഷവും പിന്നൊന്നും പഠിക്കാൻ ടൈം കിട്ടിയില്ല. പക്ഷേ ചുറ്റുമുള്ളവരുടെ തന്ന ഒരു കോൺഫിഡൻസ്, ഈ അറ്റംപ്റ്റ് പോയി എന്തായാലും ആ ഒരു കിട്ടിയ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് നിശ്ചയമായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രാർത്ഥിച്ചിട്ട് പോയി എഴുതി. ഒന്നും ഒരു പ്രതീക്ഷ അങ്ങനൊന്നും വെച്ചല്ല എഴുതിയത്. പക്ഷേ ദൈവം സഹായിച്ച് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ വീണ്ടും ലിസ്റ്റിലെത്താൻ പറ്റി. ഫെബിന് എന്നാണ് ഈ സിവിൽ സർവീസിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് എന്നാണ്? സർ, ഞാൻ ഒരു 9th സ്റ്റാൻഡേർഡിലാണ്. ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങിയതല്ല. എൻ്റെ ഒരു ഹോസ്റ്റൽ വാർഡൻ കോശി ഫിലിപ്പ് എന്ന് പറഞ്ഞ സാറാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പേപ്പേഴ്സൊക്കെ കൊണ്ട് കാണിക്കേണ്ടത് ഹോസ്റ്റൽ വാർഡനാണ്. അദ്ദേഹം എൻ്റെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ മാർക്കൊക്കെ കണ്ടപ്പോഴാണ് സാറ് പറഞ്ഞത്, ഫെബിൻ ഇങ്ങനെ ഒരു സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു കരിയറൊക്കെ ഉണ്ട്, അത് ട്രൈ ചെയ്യുക. ഇപ്പം കോശി സാറിൻ്റെ ഫ്രണ്ടായിരുന്നു അൽഫോൻസ് കണ്ണന്താനം IAS. പക്ഷെ ആ സമയത്ത് എനിക്ക് സിവിൽ സർവീസ് എന്താണെന്നൊന്നും അങ്ങനെ അറിയില്ല. പക്ഷേ എന്തോ കോശി സാറ് പറഞ്ഞ് ഇത് എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. പിന്നെ എനിക്കൊന്ന് 11th 12th എനിക്ക് ഞാൻ സാപ്സ് സെൻറ് ആന്റണീസ് കാഞ്ഞിരപ്പള്ളി പഠിക്കുന്ന സമയത്താണ്, കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത സമയത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായത്. പക്ഷെ പ്രോപ്പർലി ഇതിനുവേണ്ടി ഫോക്കസ് ചെയ്തത് NIT ഞാൻ മെക്കാനിക്കൽ ചെയ്യുന്ന സമയത്താണ്. ഇതൊരു ഗോളാണ്, ഇതിൽ എന്തായാലും അപ്പിയർ ചെയ്യണം എന്നൊരു ഫീലിംഗ് ഒരു ഫേം ആയിട്ട് വന്നത്.
ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കോളേജിലും ഉള്ള കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ഞങ്ങൾ എന്നാണ് ഇത് ആരംഭിക്കേണ്ടത്, ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത്, ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോകണമോ, സെൽഫ് സ്റ്റഡി ആണോ? അതും നിങ്ങൾ 3 പേരും ഒന്ന് പ്രതികരിക്കാമോ? സർ, ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചൊരു ഇതാണ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ കോളേജിൽ വെച്ച് തന്നെ തുടങ്ങാൻ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫൈനൽ ഇയറിൽ ന്യൂസ് പേപ്പറൊക്കെ പതിയെ ഒന്ന് വായിച്ചു തുടങ്ങിയായിരുന്നു. പിന്നെ എൻ്റെ ഓപ്ഷണൽ ഞാൻ മലയാളം ലിറ്ററേച്ചർ എടുക്കാൻ തിരഞ്ഞെടുത്തു. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആൾക്കാരോട് സംസാരിച്ചൊക്കെ തുടങ്ങി. അപ്പം പക്ഷേ എനിക്കധികം പ്രിപ്പറേഷനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. അപ്പം പക്ഷേ എനിക്ക് പല ഫ്രണ്ട്സിനെ അറിയാം അതിൻ്റെ കൂടെ പ്രിപ്പറേഷൻ നടത്തുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കോളേജിൻ്റെ ഫൈനൽ ഇയർ തന്നെ പ്രിപ്പയർ ചെയ്ത് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് സർവീസിൽ കയറി. അപ്പം ചില ആൾക്കാർക്ക് അപ്പം അതിന് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം, ടൈം നമ്മൾ അതിനു വേണ്ടി അലോട്ട് ചെയ്യണം. അല്ലാതെ ഇപ്പം കോളേജിൽ ഇപ്പം പ്രോജക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബിസി ആണെങ്കിൽ ആഫ്റ്റർ കോളേജ് ഒരു 1 ഇയർ ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചും പ്രിപ്പയർ ചെയ്യാം. മഞ്ജുഷ എന്ത് വിചാരിക്കുന്നതിനെ പറ്റി? സർ, സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ അറിവും ഓവറോൾ പേഴ്സണാലിറ്റി ഇതെല്ലാം അളക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള ഹോബീസ്, ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ് ആദ്യം മുതലേ കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ അവസാനത്തെ കടമ്പയായിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റിലെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ പ്രധാനപ്പെട്ട കുറച്ച് കോളംസ് ഉണ്ട്: ഹോബീസ്, ഇൻട്രസ്റ്റ്, എക്സ്ട്രാ കരിക്കുലേഴ്സ്. അപ്പോൾ സ്കൂൾ കാലം മുതലേ നമുക്ക് നമ്മുടെ ഈ ഡാഫ് എൻട്രി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് സീരിയസ് ആയിട്ടുള്ള സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പം നമ്മൾ സോഷ്യലി അവെയർ ആയിരിക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് നമുക്ക് അറിയായിരിക്കണം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം കോളേജ് കാലം മുതലേ ഉള്ളത് കാരണം ഞാൻ റിലീജിയസ് ആയിട്ട് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഹിന്ദു വായിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യ സമയത്തൊന്നും എനിക്ക് ആ പത്രം വായിക്കുമ്പം അത്ര എളുപ്പമൊന്നും അല്ലായിരുന്നു. പക്ഷേ പതിയെ പതിയെ വായിച്ച് ആ വായനയുടെ സ്പീഡും പിന്നെ നമ്മുടെ അവെയർനെസ്സും ഒക്കെ വർദ്ധിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക. പിന്നീട് നമ്മൾ എപ്പോഴാണോ അറ്റംപ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്, അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ MSc നമ്മുടെ PG ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനുവേണ്ടി ഡിവോട്ടഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ബെഞ്ചോയുടെ നിർദ്ദേശം എന്താണ് ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി? സർ, എൻ്റെ നിർദ്ദേശം ഇവർ രണ്ടുപേരും പറഞ്ഞതെന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ കോളേജിൽ ഇതിനു വേണ്ടി കാര്യമായിട്ട് പഠിച്ച ഒരാളല്ല. ഞാൻ പഠിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് നടന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ കോളേജിൽ തന്നെ ഇപ്പോൾ ഫെബിൻ പറഞ്ഞ പോലെ, മഞ്ജുഷ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുക, ഓപ്ഷനിൽ നോക്കുക, എല്ലാം നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള, ആഗ്രഹമുള്ള പിള്ളേരാണെങ്കിൽ അത് ചെയ്യണം. പക്ഷേ അതല്ല എങ്കിൽ കോളേജിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, അക്കാഡമിക്, കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ഉണ്ട്. അത് മിസ് ഔട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം ഇപ്പോഴാണെങ്കിലും അത് മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ലേറ്റർ ഓൺ നമ്മൾ വിചാരിക്കും മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ് ചിലപ്പോൾ ക്ലിയർ ചെയ്യും. പക്ഷെ ദെൻ എൻ്റെ പേഴ്സണൽ ഒരു ഇതാണ് ദാറ്റ് മേ ബി വിൽ ലുക്ക് ബാക്ക് ആൻഡ് സീ, അത് അന്ന് ചെയ്യാമായിരുന്നു, ഐ വിൽ നോട്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ലേറ്റർ. അപ്പോൾ അത് ബാലൻസ് ചെയ്യുക. ഫോർ പീപ്പിൾ ഹൂ വോണ്ട് സിവിൽ സർവീസ് എന്നുള്ളത് ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ആദ്യമേ ശ്രമിക്കുക. പക്ഷേ ഇഫ് ദ ഗോൾ ഇസ് നോട്ട് ക്ലിയർ, ദെൻ കോളേജിലുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക, പഠിത്തം വൃത്തിയായിട്ട് ചെയ്യുക, മറ്റ് ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുക. അതിനുശേഷം ഒരു 1 ഇയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. വൺ അറ്റംപ്റ്റ് 2 അറ്റംപ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യാം. പക്ഷെ എന്നാലും ഗൈഡൻസ് ഓർ മെൻറ്റർഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുക എന്നുള്ളതൊരു അബ്സല്യൂട്ട് നെസസറി ഒന്നുമല്ല. പക്ഷേ ഗൈഡൻസ് ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എൻ്റെ 2 അറ്റംപ്റ്റിലും ഐ പേഴ്സണലി ഫീൽ ഐ കുഡ് നോട്ട് ക്ലിയർ ബിക്കോസ് നോബഡി വാസ് ദെയർ ടു ഗൈഡ് മീ. അപ്പോൾ ഞാൻ 3ാമത്തെ അറ്റംപ്റ്റ് ഐ സോർട്ട് ഔട്ട് ഹെൽപ്പ് ആൻഡ് ദാറ്റ് ഇസ് വെൻ തിങ്സ് സ്റ്റാർട്ട് ടു ചേഞ്ച്. അപ്പോൾ ഇഫ് സംബഡി വോണ്ട്സ് ടു പ്രിപ്പയർ കോളേജിൽ, ഇഫ് ദേ ആർ നോട്ട് പ്രിപ്പയറിംഗ്, ദെൻ ഗിവ് 1 or 2 years ഡെഡിക്കേറ്റഡ്ലി, സീക്ക് ഹെൽപ്പ്, ദെൻ ട്രൈ ഇറ്റ് ഔട്ട് 1 or 2 times എന്നാണുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അക്കാഡമിക്സിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ശ്രദ്ധിക്കുന്നത് സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി മഞ്ജുഷ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂ ലെവലിലേക്ക് പോകുമ്പോഴത്തെ നമ്മളെ കൂടുതൽ സഹായിക്കുമെന്ന് ആണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനകത്തൊരു പ്രധാന കാരണം കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പലരും ഇപ്പം തന്നെ ബെഞ്ചോ പറഞ്ഞല്ലോ 2 അറ്റംപ്റ്റായി 3 അറ്റംപ്റ്റായി, മഞ്ജുഷ പറഞ്ഞു ഫെബിൻ്റെയും എക്സ്പീരിയൻസ് അങ്ങനെയാണ്.
ആ കൺസിസ്റ്റൻസി എങ്ങനെയാണ് കീപ്പപ്പ് ചെയ്യാൻ കഴിയുന്നത്? സർ, എൻ്റെ കേസിൽ ഐ വാസ് കോൺസ്റ്റൻ്റ്ലി ഒരു റേസ് അഗെൻസ്റ്റ് മൈസെൽഫ് ആയിരുന്നു. ഇതിനകത്തിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോൾ ഒന്നും പഠിച്ചില്ലായിരുന്നു. ആസ് ഇൻ ഒരു ബേസിക് ബുക്ക് പോലും വായിച്ചില്ല. സെക്കൻഡ് ടൈം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ YMCയിലായിരുന്നു, ഫെബിനൊക്കെ അറിയാം. അപ്പോഴും ഞാൻ കുറച്ചൊക്കെ വായിച്ചു. ആൻഡ് ഐ വാസ് സ്കോറിങ് ഡീസെൻ്റ്ലി. ഒരു 2 months ബിഫോർ ഞങ്ങൾ ഒരുമിച്ചൊരു SFG എന്ന് പറഞ്ഞ ടെസ്റ്റ് സീരീസ് ഒക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്ക് ഞങ്ങൾ രണ്ടുപേരും സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ ഒരു മാസം 2 മാസം ആയപ്പോഴത്തേനും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ആൻഡ് ആ ഒരു അറ്റംപ്റ്റ് അങ്ങനെ പോയി. ഞങ്ങൾ രണ്ടുപേരും ആ പ്രശ്നം ക്ലിയർ ചെയ്തില്ല. അപ്പോൾ ഐ വാസ് ഓൾവേസ് ട്രൈങ് ടു സീ എവിടെയൊക്കെയാണ് എൻ്റെ ഗ്യാപ്സ്, ആൻഡ് ഐ വാസ് ട്രൈങ് ടു ഐഡൻറ്റിഫൈ മൈ ഗ്യാപ്സ്. ആ ഗ്യാപ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ദാറ്റ് കെപ്റ്റ് മീ കൺസിസ്റ്റൻറ്റ്. ഇപ്പോൾ തേർഡ് അറ്റംപ്റ്റിൽ ഐ വെൻറ്റിൽ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തില്ല. അപ്പോഴും എനിക്കറിയാം എൻ്റെ ഗ്യാപ്സ്, എൻ്റെ ഗ്യാപ്പിൻ്റെ ഓപ്ഷനിനകത്തിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. സോ ആ കുഴപ്പങ്ങൾ ഞാൻ നികത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ദാറ്റ് ഐ തിങ്ക് കെപ്റ്റ് മീ കൺസിസ്റ്റൻറ്റ്. ആ ഗ്യാപ്സ് സ്വന്തമായിട്ട് മനസ്സിലാകാമായിരുന്നോ അതോ വിത്ത് ഹെൽപ്പ് ഓഫ് മെൻറ്റേഴ്സ്? ഐ തിങ്ക് ഇറ്റ്സ് ബോത്ത്. രണ്ട് രീതിയിലും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെൻറ്റേഴ്സ് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായിരുന്നു. എസ്പെഷ്യലി പ്രിലിംസിനകത്തിലൊക്കെ, പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ലോട്ട് ഓഫ് ഗ്യാപ്സ് ഐ കുഡ് ഐഡൻറ്റിഫൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെൻറ്റേഴ്സ്. പക്ഷെ അതേസമയം തന്നെ വെൻ വി ലുക്ക് അറ്റ് നമ്മുടെ പ്രിപ്പറേഷനിൽ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഇന്ന ആള്, ഇപ്പോൾ നമ്മൾ വി സി അതർ പീപ്പിൾസ് പേപ്പർ, അവരെങ്ങനെ എഴുതുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ പഠിക്കുന്നു. ദെൻ വി സി ഓക്കെ നമുക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. സോ ഇറ്റ് ഈസ് ബോത്ത്. ഗൈഡൻസിന് കൂടെ കിട്ടും, സെൽഫ് റിഫ്ലക്ഷനും കൂടെ കിട്ടും. മഞ്ജുഷയ്ക്ക് മെൻറ്റർഷിപ്പ് എത്രത്തോളം ഹെൽപ്പായിരുന്നു? അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒരുമിച്ചുള്ള പഠനവും ഇൻറ്ററാക്ഷനും അത് എത്രത്തോളം ഉപയോഗപ്രദമായിരുന്നു? സർ, സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആസ് വി പ്രോഗ്രസ് ഇൻ ആ പ്രിപ്പറേഷൻ സംടൈംസ് വി ആർ ബ്ലൈൻഡ്. നമ്മൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ ദെൻ പ്രോബബ്ലി വി ആർ ഹെഡിങ് ദ റോങ് ഡയറക്ഷൻ. അതുകൊണ്ട് മെൻറ്റർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും എനിക്ക് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് കിട്ടി തുടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേനുമാണ്, മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്തപ്പോഴത്തേനുമാണ്. എഴുതി തുടങ്ങിയപ്പോഴേ ഞാൻ ഓർത്തു എൻ്റെ ആൻസേഴ്സ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരാൾ അതിൻ്റെ അകത്തെ ഫ്ലോസ് കണ്ടപ്പോഴാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് ദേഴ്സ് എ ലോട്ട് ഓഫ് സ്കോപ്പ് എന്ന് മനസ്സിലായത്. പിന്നെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പ്സ്, നമുക്ക് പഠിക്കാനായിട്ടുള്ള പിയർ ഗ്രൂപ്പ്സ്, അത് മെയിൻസിൻ്റെ സമയത്താണെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ സമയത്തിലാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മളെ അത് സഹായിക്കുന്നത്. കാരണം വർക്ക് ഡിവൈഡ് ചെയ്തു പോവുകയാണ്. നമ്മൾ ഒരാൾ മാത്രം എഫേർട്ട് ഇടുന്നതിന് പകരം അവിടെ ഡിവിഷൻ ഓഫ് ലേബർ. സോ വി ആർ ബിക്കമിങ് മോർ എഫിഷ്യൻറ്റ് ഇൻ ദാറ്റ് സെൻസ്. സോ പിയർ ഗ്രൂപ്പ്സ്, മെൻറ്റർഷിപ്പ്, ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഷബിന് ഈ പ്രിപ്പറേഷനിൽ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാം. സർ, ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് വലിയൊരു ഫാക്ടറായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ എൻജിനീയറിങ്ങിൻ്റെ ഫൈനൽ ഇയറിൽ പ്ലേസ്മെൻറ്റിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു വലിയ റിസ്കി ഇതാണ്. അപ്പോൾ അത് എൻ്റെ പേരൻസ് അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എനിക്ക് വിട്ടുതരിക എന്നുള്ളത് അതൊരു അവരുടെ സപ്പോർട്ട് സിസ്റ്റം വളരെയാണ്. മാത്രമല്ല ഈ ഒരു ലോങ് പ്രോസസ്സിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട്, മാത്രമല്ല നമ്മൾക്ക് ജോലിയില്ല, ഫിനാൻഷ്യൽ സപ്പോർട്ട്, മാത്രമല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫെയിലിയേഴ്സ് വരുന്ന സമയത്ത് നമ്മളെ ഡിസ്കറേജ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ തരുന്നൊരു സപ്പോർട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പേരൻസിൻ്റെ ഒരു ഫാക്ടർ വലിയൊരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് വളരെ പ്രാധാന്യമുള്ള കാര്യമാണല്ലോ. യെസ്, പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്, നമ്മൾ കൂടെ പഠിക്കുന്നവരുടെ ഒരു സപ്പോർട്ട്, ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ഹോസ്റ്റലിൽ, ഞാൻ YMC താമസിക്കുന്ന ഹോസ്റ്റലിൽ, അവർ എന്നെ വളരെ ഇരുത്തി മീൻസ് വഴക്ക് പറയുമായിരുന്നു, നീ ഇങ്ങനെ ചെയ്താൽ ക്ലിയർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ. ആ അഡ്വൈസസ് ഒക്കെ എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ആ പിയർ ഗ്രൂപ്പ്, പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഡിസ്കഷൻസ്, നമ്മുടെ ഫേസ് നോക്കി നമ്മൾ പറയുന്ന പെർസ്പെക്റ്റീവ് തെറ്റാണെന്ന് പറയാനുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയാനുള്ള ഫ്രണ്ട്സ് കാണിക്കുന്ന ധൈര്യം. അപ്പോൾ ആ പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ, മടിയായിട്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ എനിക്ക് പിയർ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ചില സമയത്ത് വരാൻ ഭയങ്കര മടിയാണ്. അപ്പം കൂടെയുള്ള ഫ്രണ്ട്സാണ് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നമ്മളെ കൊണ്ടുപോയി അവിടെ
ഇരുത്തുന്ന ഒരു ഫാക്ടർ. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് തുറന്നു പറയുകയും യാതൊരു പ്രെജുഡ്യൂസും കൂടാതെ സെൽഫ് ഇൻട്രസ്റ്റും കൂടാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. മഞ്ജുഷായിക്ക് കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയെന്നറിയാം. എങ്ങനെയാണത്? സർ, ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിലേക്ക് വരാൻ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛൻ തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ കാലം മുതലേ എനിക്കിതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത് അച്ഛനാണ്. പിന്നെ അച്ഛൻ്റെ പ്രവൃത്തി മേഖലയും ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ എനിക്ക് ഫ്രം എൻ ഏർലി സ്റ്റേജ് കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2020 ഞാൻ MSc കഴിഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്തൊരു പ്ലേസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ പ്ലേസ്മെൻറ്റും ഒരു ജോലിയും പ്രിപ്പറേഷനും കൂടെ കൊണ്ടുപോകാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ പ്ലേസ്മെൻറ്റ് വിട്ട് കളയേണ്ടി വന്നു. അത് ആ കോവിഡിൻ്റെ സമയത്ത് അധികം പ്ലേസ്മെൻറ്റ്സ് ഒന്നും നടക്കാത്തപ്പം അത് വിട്ട് കളയാന്ന് പറയുന്നത് ഒരു ബോൾഡ് ഡിസിഷൻ ആയിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ നിന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എൻ്റെ അനീത്തിയാണ്. എൻ്റെ അനീത്തി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അവൾക്കറിയാം എന്നെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് ഈ ഹാൻഡ് റിട്ടൺ കാർഡ്സൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം അവളതിൻ്റെ അകത്ത് വചനമൊക്കെ എഴുതി എനിക്ക് തരും. അത് ഭയങ്കര മോട്ടിവേഷനായിരുന്നു എനിക്ക്. അപ്പം ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും വളരെ വലുതായിരുന്നു. വളരെ സന്തോഷകരം. അനിയത്തിക്ക് എല്ലാ നന്മകളും ഞങ്ങൾ നേരുകയാണ്. ബെഞ്ചോ മുമ്പേ പറഞ്ഞപ്പോൾ സിവിൽ സർവീസിന് വേണ്ടി ആദ്യം വായിച്ചു തുടങ്ങുക, പിന്നെ ഒരു പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തേക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണം. ആ സ്റ്റേജിൽ എന്ത് അഡ്വൈസാണ് സിവിൽ സർവീസ് ആസ്പിറൻസ് കൊടുക്കാനുള്ളത്? അവർ എങ്ങനെയാണ് ഒരു കോച്ചിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്? മെൻറ്റേഴ്സിനെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. സർ, ഇവിടെ ഇപ്പോൾ ഇൻഡിവിജ്വൽ കോച്ചിങ് അല്ലെങ്കിൽ അക്കാഡമീസിനെ നെയിം ചെയ്യുന്നതിന് പകരം ഞാൻ ഇതൊരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല. എങ്ങനെ ഒരു ബെസ്റ്റ് കോച്ചിങ് അക്കാഡമി സെലക്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു ബെസ്റ്റ് കോച്ചിങ് അക്കാഡമി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം, മേ ബി കുറച്ച് നാളുകൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോച്ചിങ് അക്കാഡമീസ് നോക്കാം. കുറച്ച് വർഷങ്ങൾ അധികമായിട്ട് ഉള്ളതാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് പീപ്പിൾ ട്രസ്റ്റ് ദാറ്റ് അതിന് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ അവിടെ പോകുന്നത്. രണ്ടാമതൊരു 2-3 വർഷം, ഇപ്പോൾ 10 വർഷമായിട്ടുള്ളതായിരിക്കാം, പക്ഷേ കഴിഞ്ഞ ഒരു 2-3-4 വർഷം മേ ബി റിസൾട്ട്സ് വരുന്ന ഒരു അക്കാഡമി ആണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ദേ ആർ ഡൂയിങ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കറണ്ട് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ കറണ്ട് സമയത്ത് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ അവർ നന്നായിരിക്കും. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അക്കാഡമി അവർക്ക് ചൂസ് ചെയ്യാം. അഗൈൻ ഇതിനകത്തിൽ ഇറ്റ് മൈറ്റ് ബി വെരി ഡിഫിക്കൽട്ട് ഫോർ സംബഡി, ഒരു ഔട്ട്സൈഡർക്ക് പെട്ടെന്ന് തോന്നിയ അക്കാഡമി ഏതാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇപ്പോൾ എല്ലാവർക്കും എവറിബഡി ഹാസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് പീപ്പിൾ ഹു ആർ ഓൾറെഡി പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ റാങ്ക് ലഭിച്ച ആൾക്കാർ, അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ ഓൾറെഡി ഇൻ സർവീസ്. അങ്ങനത്തെ ഉള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു സജഷൻ തരുമായിരിക്കും. ഇന്ന അക്കാഡമി ജസ്റ്റ് ട്രൈ ഔട്ട്. അവിടെ ചിലപ്പോൾ നല്ല മെൻറ്റേഴ്സ് കാണും, ഇന്ന ആളൊരു നല്ല മെൻറ്റർ ആയിരിക്കും, അല്ലെ ട്രൈ ഔട്ട് ചെയ്യുക അവിടെ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വി ആർ നോട്ട് അഡ്വക്കേറ്റിംഗ് ഫോർ ദാറ്റ്, പക്ഷെ വി ജസ്റ്റ് സജസ്റ്റിംഗ്. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക. അപ്പോൾ അക്കാഡമീസ് അങ്ങനെ എടുക്കുക. ആൻഡ് ഹൗ ടു കം ടു അക്കാഡമീസ് ഇസ് ഡെഫിനറ്റ്ലി ത്രൂ ആസ്കിങ് പീപ്പിൾ. ആൾക്കാരോട് സംസാരിക്കുക, അവരുടെ ഒപ്പീനിയൻസ് എടുക്കുക, സീക്ക് ഔട്ട് ഹെൽപ്പ്. പീപ്പിൾ ആർ റെഡി ടു ഹെൽപ്പ്. നമ്മുടെ വേർപെട്ട സഭാവിഭാഗങ്ങളിൽ നിന്ന് അധികം പേര് സിവിൽ സർവീസിന് വേണ്ടി മുമ്പോട്ട് വരുന്നില്ല. അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സഭകൾക്കുള്ള പങ്ക് എന്താണെന്നാണ് ബെഞ്ചോ ചിന്തിക്കുന്നത്? സർ, എനിക്ക് തോന്നുന്നു സഭകളിൽ പൊതുവായി ഞാൻ കണ്ടുവരുന്നൊരു കാര്യം, ഇപ്പോൾ ഗൾഫിൽ പോവുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വളരെ ഷോർട്ട് ടേം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലരും ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ, ദൈവത്തെ വിളിക്കണം, കറക്റ്റ്, അതിനുവേണ്ടി കുറച്ച് പൈസ വേണം, കറക്റ്റ്, അതിനുവേണ്ടി ഒരു ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറം ഈ ഒരു വൈഡർ ഓറിയന്റേഷൻ ടുവേർഡ്സ് ഗവൺമെന്റ് സർവീസ് എന്നുള്ള കാര്യം പലപ്പോഴും കുറവാണ്. ഐ തിങ്ക് ഒരു പരിധിവരെ ഒരു നാഷണൽ പെർസ്പെക്റ്റീവ്, ദേശത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളൊരു സെൻസ്, ഒരു സെൻസിബിലിറ്റി ആൾക്കാരിൽ ഉണ്ടാക്കണം ഇൻ എ വൈഡർ സെൻസ്. നമ്മുടെ സഭകളിലും അത് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം, ഒരു പേട്രിയോട്ടിസം. രണ്ടാമത്തെ കാര്യം, ഐ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് ദേ കുഡ് ബി
മെത്തേഡ്സ്, ദർ കുഡ് ബി സ്റ്റെപ്സ് ടേക്കൺ, സച്ച് ആസ് ഇപ്പോൾ മറ്റ് സഭകൾക്കൊക്കെ ദർ ആർ സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെല്ലുകളുണ്ട്. പക്ഷേ നമ്മുടെ സഭകൾക്ക് അങ്ങനെ പലപ്പോഴും ഇല്ല. സോ അങ്ങനത്തെ സെല്ലുകൾ ഉണ്ടാക്കാം. അവിടെ വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ റീഡിങ് സ്റ്റഡി സർക്കിൾസ് ഉണ്ടാക്കാം, റീഡിങ് റൂമുകൾ ഉണ്ടാക്കാം. അവിടെ ആൾക്കാർ വന്ന് ആഴ്ചയില്ലെങ്കിൽ ആഴ്ചയിൽ വന്നിരുന്ന് സംസാരിക്കുക, അവിടെ ഡിസ്കഷൻസ് ചെയ്യുക, പറ്റുമെങ്കിൽ ആരെയും കൊണ്ടെങ്കിലും വന്ന് സംസാരിപ്പിക്കുക, ഒരു മോഡറേറ്റഡ് ഡിസ്കഷൻ ഓർഗനൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദർ വുഡ് ബി എൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വേ ഇൻ വിച്ച് കോച്ചിങ് കുഡ് ബി പ്രൊവൈഡഡ്. കുറേ പൈസ അവിടെ കൊണ്ടുവരിക എന്നുള്ളതിലുപരി ആ ഒരു ഹോൾ ഇക്കോസിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് മൈറ്റ് ഹെൽപ്പ് ഇൻ മൈ ഒപ്പീനിയൻ. വളരെ ക്രിയേറ്റീവായ സജഷനാണ് ബെഞ്ചോ പറഞ്ഞത്. മഞ്ജുഷ അത് എങ്ങനെ പ്രതികരിക്കുന്നു? സഭകൾക്ക് നമ്മുടെ യൗവനക്കാരെ ഈ ഗവൺമെൻറ് ജോബിലേക്ക് സെർവിങ് ദ നേഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുവാൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? സർ, എനിക്ക് തോന്നുന്നു സഭകൾക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ചെയ്യാൻ പറ്റും. കാരണം സിവിൽ സർവീസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഒരുപക്ഷെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ പേടിയാണ്. പലർക്കും പരാജയം ഒരു പേടിയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഒരുപാട് പേര് ഇതിലേക്ക് മുന്നോട്ട് വന്നേക്കാം. അപ്പം നമ്മുടെ സഭകളിലൊക്കെ പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ചിലപ്പം വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അത്ര സ്ട്രോങ് അല്ലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പം അങ്ങനെ അവരുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് അവർക്കുള്ള സപ്പോർട്ട് നമുക്ക് നൽകാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരാൻ തയ്യാറാകും. ഫെബിനോടുമുള്ള ചോദ്യം അത് തന്നെയാണ്. നമുക്ക് സഭകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ സഭകളിലുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളിൽ എങ്ങനെ കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും? സർ, യുവജന പ്രസ്ഥാനങ്ങൾക്ക്, എല്ലാ സഭകൾക്കും യുവജന പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പം അവർ ക്യാമ്പുകളൊക്കെ വർഷം തോറും നടത്താറുണ്ട്. അപ്പം ഒരു സെഷൻ വേണമെങ്കിൽ ഇങ്ങനെ കരിയർ ഗൈഡൻസിനും സിവിൽ സർവീസിനെ കുറിച്ചും ഒക്കെ ഒരു സെഷൻ അവർക്ക് വെക്കാം. അതിലൂടെ കുറച്ചുകൂടെ ഒരു അവബോധം നമ്മുടെ സഭയിലുള്ള വിദ്യാർത്ഥികൾക്കും യൗവനക്കാർക്കും കിട്ടും. ഇങ്ങനെയുള്ളൊരു അവസരങ്ങളുണ്ടെന്ന്. ഇപ്പം UPSC തന്നെ സിവിൽ സർവീസ് പരീക്ഷയല്ലാതെ പല പരീക്ഷകൾ നടത്തുന്നുണ്ട്. ഇപ്പം CAPF-ന്റെ ഉണ്ട്, മറ്റ് വേറെ പരീക്ഷകളുണ്ട്. ഇപ്പം IB-യുടെ പരീക്ഷകളുണ്ട്, RBI, NABARD, കേരള PSC നടത്തുന്ന പല പരീക്ഷകളുണ്ട്. അപ്പം ഗവൺമെന്റ് സർവീസിൽ പല സാധ്യതകൾ ഉണ്ടെന്നുള്ളൊരു അവസരങ്ങളുണ്ട് എന്നുള്ളൊരു അവബോധം ഈ ക്യാമ്പുകളിലൂടെ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഫെബിൻ, ഈ പ്രിപ്പറേഷനിൽ മുഴുവൻ ദൈവാശ്രയത്തെ പറ്റി പറഞ്ഞു, പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു, ധ്യാനത്തെ പറ്റി പറഞ്ഞു. അത് എത്രത്തോളം അത് ഈ പ്രിപ്പറേഷനിലും അതുമാത്രമല്ല നാളിതുവരെയുള്ള ജീവിതത്തിൽ ആ ദൈവാശ്രയം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? സർ, ഈ പ്രിപ്പറേഷൻ്റെ ഫേസിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ മുന്നിലുള്ള അതിനു മുമ്പുള്ള സമയങ്ങളിലും ദൈവത്തിലുള്ള ആശ്രയമാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. ആത്യന്തികമായിട്ട് ദൈവത്തിലുള്ളൊരു വിശ്വാസം, ആ ഒരു ദൈവത്തിലുള്ളൊരു ഹോപ്പ്, നമുക്ക് ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പം ഡൗൺ ആയിരിക്കുന്ന സമയം, പ്രത്യേകിച്ച് ഈ എക്സാം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ ഫെയിൽ ആയാൽ വീണ്ടും അടുത്ത വർഷം ഒരു ഇയർ നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്തൊരു സ്റ്റേജ് എഴുതാനായിട്ട്. അപ്പോൾ ആ ടൈമുകളിൽ നമ്മൾ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്ന മൊമെന്റ്സിൽ നിശ്ചയമായിട്ടും ദൈവം നൽകുന്നൊരു ഹോപ്പ്, മുമ്പ് മഞ്ജുഷ പറഞ്ഞതുപോലെ ദൈവം നൽകുന്ന ചില പ്രോമിസസ്, അത് വചനത്തിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മളൊരു പ്രസംഗം കേൾക്കുമ്പോൾ ചില വചനങ്ങൾ നമ്മളെ ടച്ച് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ദൈവാത്മാവ് നമ്മളോട് തന്നെ ഇടപെടുന്ന വചനങ്ങളായിരിക്കാം. അപ്പോൾ ആ പ്രോമിസ് വാക്യങ്ങളും ആ വചനങ്ങളും ആയിരിക്കും നമുക്ക് ഹോപ്പ് നൽകുന്നത് മുന്നോട്ട് പോകാനുള്ള. പിന്നെ പ്രാർത്ഥനയിലുള്ളൊരു വിശ്വാസം, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിന് സകലതും കഴിയും. യോബ് പറയുന്ന പോലെ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന് എല്ലാം കഴിയുമെന്നും ഉള്ളൊരു വിശ്വാസം. പിന്നെ ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് സറണ്ടർ ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അതെല്ലാം നന്മയ്ക്കായി കൂടി ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പൊ ഇതൊക്കെ നമ്മളെ ഇപ്പം എൻ്റെ തന്നെ 2 ഫെയിലിയർ വന്ന സമയത്ത് തന്നെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവചനമാണ് ഹോപ്പ് നൽകി മുന്നോട്ട് നീങ്ങാനായിട്ടൊരു പ്രചോദനം നൽകി തന്നത്. സോ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. മഞ്ജുഷ, എങ്ങനെയാണ് അതിന് കാണുന്നത്? ദൈവ ആശ്രയവും പ്രാർത്ഥന, തിരുവചന ധ്യാനമൊക്കെ എത്രത്തോളം ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട്? അതായിരുന്നു സർ എൻ്റെ സപ്പോർട്ട്. ഏറ്റവും വലിയൊരു എനിക്ക് ശക്തി പകർന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവാശ്രയമാണ്.
അപ്പോൾ വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ പരീക്ഷയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ട്, ചിലപ്പോൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം, തളർന്നു പോകുന്ന ഒക്കേഷൻസ് ഒരുപാട് കൂടുതലാണ്. ആ സമയത്ത് നമുക്ക് ആശ്വാസമായിട്ട് വരുന്നത് ദൈവവചനങ്ങളാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുന്ന രീതികളാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുന്നത്, ഒരു പ്രാവശ്യം വളരെ ഡൗൺ ആയിട്ട് ഞാനിരിക്കുമ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ്, ദൈവമേ, I think, Lord, I am losing control. I think I am hanging by a thread. The moment it snaps, I'm going to go deep down. I don't know where I'm headed for. അങ്ങനെ ഒരു അൺസർട്ടനിറ്റിയിലിരിക്കുമായിരുന്നു. പിന്നീട് എന്തോ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഈവൻ ഇഫ് യു ഹാങ് ബൈ എ ത്രെഡ്, മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ദ ഫ്രിഞ്ച് ഓഫ് ഹിസ് ഗാർമെൻറ്റ്. സോ അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. അപ്പം ദിസ് ഈസ് സംതിങ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മൈ ലൈഫ്. ഇതാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ബെഞ്ചോ, ക്രിസ്തീയ അനുഭവവും ദൈവാശ്രയവും എങ്ങനെ സിവിൽ സർവീസിൽ എത്തുന്നതിന് മാത്രമല്ല, ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ വിദ്യാഭ്യാസ കാലം തൊട്ട് എങ്ങനെ അത് പ്രയോജനപ്പെട്ടു? സർ, എനിക്കും ഞാനൊരു ബൈബിൾ വേഴ്സിൽ നിന്ന് തുടങ്ങാം. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കുതിരയെ യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നു, ജയം നൽകുന്നതോ ദൈവം. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ എഫേർട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഐ ഗിവ് കുറേ ഇമ്പോർട്ടൻസ് ടു മൈ എഫേർട്ട്. കാരണം ഐ സഡൻലി ഡു തിങ്ക് റിസൾട്ട് എൻ്റെ കയ്യിലുള്ളൊരു കാര്യമല്ല, പക്ഷേ എഫേർട്ട് ഇസ് സംതിങ് ഇൻ മൈ ഹാൻഡ്സ്. പക്ഷേ എത്ര എഫേർട്ട് ഇട്ടാലും ദർ ഈസ് എൻ അൺകൺട്രോളബിൾ തിങ്. അപ്പോൾ ആ കാര്യം എൻ്റെ കയ്യിലുള്ളതല്ല, അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. അത് അഗൈൻ ഐ കൻ നോട്ട് നോ ഇറ്റ്. എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റില്ല ദൈവം എനിക്ക് തരുമോ ഇല്ലയോ എന്ന്. ഓൾ ഐ ക്യാൻ ഡു, ഓൾ ദാറ്റ് മൈ പാരൻസ് ക്യാൻ ഡു ഇസ് പ്രേ. അപ്പോൾ സോ പ്രയർ ഗിവ്സ് ഹോപ്പ് ടു കണ്ടിന്യൂ എഫേർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറസ്പെക്റ്റീവ് ഓഫ് എഫേർട്ട് യു മൈറ്റ് സ്റ്റിൽ ഫെയിൽ. പക്ഷേ ഫെയിലിയറിനകത്തും സന്തോഷം കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു മനസ്സമാധാനം വേണമെങ്കിൽ, യു നീഡ് ഹോപ്പ്, ആൻഡ് ദാറ്റ് ഹോപ്പ് കംസ് ഫ്രം പ്രയർ. പിന്നെ അതല്ലാതെ സാർ ചോദിച്ചത് എൻ്റെ ഉടനീളമുള്ള ജീവിതത്തിൽ എങ്ങനെ ക്രിസ്ത്യൻ വാല്യൂസ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, ഐ തിങ്ക് എ സെൻസ് ഓഫ് സർവീസ് എനിക്ക് ഉണ്ടാകുന്നത് ഇറ്റ് മൈറ്റ് ബി കമ്മിങ് ഫ്രം എ ക്രിസ്ത്യൻ വാല്യൂ ഓഫ് സാക്രിഫൈസ്. ആൻഡ് പിന്നെ രണ്ടാമത്, ഞാൻ ഇച്ചിരി നേരത്തെ പോലെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ക്രിസ്ത്യൻ വാല്യൂസിൽ നിന്നാണ് കുറച്ചുകൂടെ ഹ്യൂമിലിറ്റിയും ഫോർഗിവ്നെസ്സും ഒക്കെ പേഷ്യൻസും ഒക്കെ പഠിച്ചത്. ആൻഡ് തീർച്ചയായിട്ടും വെൻ ദി ജേർണി ഈസ് ദിസ് ലോങ്, ഐ തിങ്ക് ആ കാര്യം ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് പഠിച്ചു. ദാറ്റ് ഐ നീഡ് ടു ഹാവ് പേഷ്യൻസ് ആൻഡ് ഫോർഗിവ്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി. തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വാല്യൂസ് നിങ്ങളുടെ തുടർന്നുള്ള സിവിൽ സർവീസ് കരിയറിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്, യാതൊരു സംശയമില്ല. സിവിൽ സർവീസിന് ഉന്നത വിജയം ലഭിച്ചു. എന്താണ് ആസ് എ സിവിൽ സർവൻറ്റ് സ്വപ്നം? ബെഞ്ചോ സാർ, ഏത് കേഡർ കിട്ടുന്നതിനനുസരിച്ചിരിക്കും ആ സ്വപ്നം. പക്ഷെ എന്നാലും ഇപ്പോൾ എവിടെ ആണെങ്കിലും എൻ്റെ ഓവർ ആർച്ചിങ് സ്വപ്നം ഇസ് ടു ഡു മൈ ഡ്യൂട്ടി ടു ദി അറ്റ്മോസ്റ്റ് ഫെയ്ത്ത്ഫുൾനെസ്, അപ്ഹോൾഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്ഹോൾഡിങ് നാഷണലിസം, പിന്നെ അപ്ഹോൾഡിങ് ഹ്യൂമനിസം. ഇതാണ് എൻ്റെ സ്വപ്നം, ടു ഡു മൈ ഡ്യൂട്ടി ടു ദി ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റീസ്. മഞ്ജുഷ, എന്താണ് ആസ് എ സിവിൽ സർവൻറ്റ്, വാട്ട് ഇസ് യുവർ ഡ്രീം? So the dream would be to contribute to the society to the maximum of my ability. അപ്പോൾ ഈ ഒരു മേഖലയുടെ പ്രത്യേകതയാണ് നമുക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കരിയറാണിതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് എന്നാലാവും വിധം വിശ്വസ്തയോടെ എൻ്റെ ജോലി ചെയ്ത് രാജ്യത്തിനും ജനങ്ങൾക്കും നല്ല രീതിയിൽ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സർ, ഫെബിൻ സിവിൽ സർവീസിന് മസൂറിയിലേക്ക് പോകാനൊക്കെ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണല്ലോ. ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞ് സർവീസിൽ കയറുമ്പോൾ എന്താണ് ആസ് എ സിവിൽ സർവൻറ്റ് ചെയ്യാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്?
സർ, ഇത് ലഭിക്കുന്ന സർവീസ് പോലെ ആയിരിക്കും. എൻ്റെ അലോക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഹോപ്പിംഗ് IPS ആണ്, ഇന്ത്യൻ പോലീസ് സർവീസിലായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം അതിൽ എന്നോട് എല്ലാവരും പറയുന്നൊരു കാര്യം, ജസ്റ്റിസ്, നീതിയോടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പം അതായിരിക്കും എനിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. എൻ്റെ മുൻപിൽ വരുന്ന കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന സമയത്ത് പ്യുവർ 100% ജസ്റ്റിസിൽ കാര്യങ്ങൾ എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ ഒരു അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്, ഒരു പ്രത്യേക ബയസ് ആരോടും കാണിക്കാതെ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. നിങ്ങളുടെ 3 പേരുടെയും അനുഭവങ്ങളും നിങ്ങൾ കടന്നുപോയ നാൾ വഴികളും വളരെ അനുഗ്രഹകരമായിട്ടാണ് പങ്കുവച്ചത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ടായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ദൈവം ബലമേകട്ടെ. ചലഞ്ചസ് ധാരാളം ഉണ്ടായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് ഗോഡ് ഹു ഈസ് ഗോയിങ് ടു എക്വിപ്പ് യു, എനേബിൾ യു ടു കണ്ടിന്യൂ your profession wherever God place you. I am sure that you will be able to add value and you will be an asset wherever you are placed. All the best. God bless you.